ഞാനിപ്പോൾ വലപ്പാടാണ്. എൻ്റെ കുടുംബക്ഷേത്രം അരയമ്പറമ്പ് കുടുംബക്ഷേത്രം അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഞാൻ ജനിച്ചത് തൃശ്ശൂർ കുറുക്കഞ്ചേരിയിലാണ്. പക്ഷേ ഞങ്ങളുടെ പൂർവികന്മാരെല്ലാം അങ്ങനെ പറഞ്ഞാൽ ഏകദേശം ഒരു 350 വർഷമെങ്കിലും ആയി കാണും ഇവിടെ നമ്മുടെ ആളുകൾ വന്നതും ഈ അമ്പലം ഉണ്ടായിട്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ അരയമ്പറമ്പ് തറവാടിലെ ആളുകളൊക്കെ നോർത്ത് കേരളയിൽ നിന്ന് വന്നതാണ്, തലശ്ശേരി വടകര ഭാഗത്തു നിന്നൊക്കെ വന്നതാണെന്നാണ് എൻ്റെ അറിവ്. ഇവിടെ വന്ന് താമസമായി. ആ സമയത്ത് ഇത് സാമൂതിരിയുടെ കയ്യിലുണ്ടായിരുന്ന അമ്പലമാണിത്. പക്ഷെ പഴശ്ശിയുടെ ആക്രമണം സമയത്ത് അവരെല്ലാം ഇവിടെ വിട്ടു പോവുകയും അരയമ്പറമ്പ് കുടുംബത്തിന് ദാനം നൽകിയതായിട്ടാണ് എൻ്റെ അറിവ്. പക്ഷെ ഇന്ന് ഇത് വളരെ മനോഹരമായിട്ട് ഈ സ്ഥലം കൊണ്ടു നടക്കുന്നുണ്ട്. ഏകദേശം 4 ഏക്കറോളമുള്ള സ്ഥലത്താണ് ഈ അമ്പലം നിൽക്കുന്നത്. ഇവിടെ ദേവീക്ഷേത്രമാണ്. പിന്നെ ഇവിടുത്തെ പഴമ അറിയണമെങ്കിൽ പല കാര്യങ്ങളുണ്ട്, അത് ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടുത്തെ പ്രധാന ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ദേവീക്ഷേത്രമാണ്. മഹിഷാസുര മർദിനി എന്നാണ് സങ്കല്പം. ഇവിടെ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഏരിയ കൂടെ വരുമ്പോഴൊക്കെ ഞാൻ വരാറുണ്ട്. കാരണം ഞാൻ ചെന്നൈയിൽ താമസിക്കുന്ന ആളാണ്. ഈ ചുറ്റുപാടിലുള്ള കുടുംബാംഗങ്ങളെല്ലാം ദിവസവും ഇവിടെ വരുന്നുണ്ട്. ദിവസപൂജ നടക്കുന്നുണ്ട്. 5 ആനയോളമുള്ള ഉത്സവം എല്ലാ വർഷവും ഇവിടെ നടക്കുന്നുണ്ട്. ഉത്സവത്തിനൊക്കെ നാട്ടുകാരെല്ലാവരും കൂടും. വളരെ വിശാലമായ ഒരു പറമ്പാണ് ഈ അമ്പലത്തിനുള്ളത്. അതുപോലെ ഞങ്ങൾ കുടുംബക്കാർക്കൊക്കെ ഒരു അത്ഭുതമാണ് ഈ ആല്. ഇത് എനിക്ക് തോന്നുന്നൊരു ഏറ്റവും കുറഞ്ഞത് 150 വർഷത്തെ പഴക്കമുണ്ടാവും. കാരണം ഇവിടെ ഏറ്റവും പ്രായം കൂടിയ ആളുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കുട്ടിക്കാലത്ത് തന്നെ ഈ ആലിന് ഇതേ വലിപ്പമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ക്ഷേത്രത്തിലൊരു വലിയ അട്രാക്ഷനാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ആ കാണുന്ന കെട്ടിടം അന്നത്തെ കാലത്തെ ഒരു പ്രധാന കെട്ടിടമായിരുന്നു. അതിന് എത്ര കാലപ്പഴക്കമുണ്ട് എന്നുള്ളത് ഇന്നും അറിഞ്ഞുകൂടാർക്കും. കാരണം ഈ ക്ഷേത്രം ഉണ്ടാകുന്ന കാലം മുതലേ അത് ഉണ്ട് എന്നുള്ളതാണ് സങ്കല്പം. അങ്ങനെയാണെങ്കിൽ ഒരു 300 വർഷമെങ്കിലും പഴക്കം ആ കെട്ടിടത്തിന് കാണും. ഇന്നും അത് ക്ഷേത്ര കമ്മിറ്റി വളരെ വളരെ കൃത്യതയോടുകൂടെ പരിപാലിക്കുന്ന ഒരു കെട്ടിടമാണ്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് ഈ നാഗയക്ഷിക്കാവ്. ഇതും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉള്ളതാണ്. ഇപ്പോൾ അതിനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പരിപാലിക്കാൻ വേണ്ടി ക്ഷേത്ര കമ്മിറ്റി കുറേ പുതിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു ഗാർഡൻ മാതിരിയൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനുണ്ട്. ഇതും എൻ്റെ ഓർമ്മ വയ്ക്കുന്ന കാലം മുതലേ ഈ യക്ഷിക്കാവ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ അരയമ്പറമ്പ് കുടുംബത്തിൽ.